നമുക്ക് തേങ്ങ അരച്ച് നല്ല പച്ച മാങ്ങയിട്ട ചെമ്മീൻ കറിയുടെ റെസിപ്പി കണ്ടാലോ? വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ചെമ്മീനെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത്യാവശ്യം വലിയൊരു തേങ്ങയുടെ പാതി മുറി ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി, ഒരു വലിയ സവാള, ഒരു വലിയ തക്കാളി, പിന്നെ പിഴുപുളി. ചില നാട്ടിലൊക്കെ ആൾക്കാർ കുടംപുളിയും ചേർക്കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ പച്ചമാങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പച്ച മാങ്ങ ഇട്ടിട്ടാണ് നമ്മളെ ചെമ്മീൻ കറി റെഡിയാക്കണത്. പിഴുപുളി എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ കുറച്ച് മാങ്ങയുടെ ആവശ്യമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പൊടിക്കൈകൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാരണം അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഈ മസാലയെല്ലാം തേങ്ങയുടെ ഒപ്പം അരയ്ക്കുന്നതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഈ മസാല സ്ഥലം ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ട് തന്നെ മസാലയെല്ലാം ചൂടാക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ പോയാൽ നമ്മുടെ മസാലയെല്ലാം വേഗം തന്നെ കരിഞ്ഞു പോകുന്നതായിരിക്കും. അതുകൊണ്ട് മസാല ചൂടാക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ മസാലയെല്ലാം റെഡിയാക്കി മാറ്റി വെച്ചു. ഞാനിന്നിവിടെ കറിക്കായിട്ട് മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം ചൂസ് ചെയ്യാവുന്നതാണ്. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കെപ്പോഴും ഫ്രഷായിട്ട് കിട്ടാത്തൊരു ഐറ്റം തന്നെയാണ് ഈ ചെമ്മീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫ്രഷായിട്ട് എപ്പോൾ കിട്ടുന്നോ അപ്പോൾ പുതിയ പുതിയ വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഞാൻ 2 വറ്റൽമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഈ കറിവേപ്പിലയും വറ്റൽമുളകും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നേ ഉള്ളൂ. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സവോളയ്ക്ക് പകരം ചെറിയുള്ളി മാത്രമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ ചെറിയുള്ളി എടുത്താൽ മതിയാവും. അപ്പോൾ എന്തായാലും കറിക്ക് ടേസ്റ്റ് ഒന്നും കൂടി കൂടും. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് പിഴുപുളി ഒന്ന് കുതിർന്ന് വരാനായി പിഴുപുളിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. നമ്മളുടെ ചെറിയുള്ളിയൊക്കെ ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു സവാള കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി സവാള നന്നായി ഇളക്കി കൊടുക്കുക. ഒരു ചെറിയ ബ്രൗണിഷ് കളറാവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിനി കറിയിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ കൂടെ 2 ചെറിയ പച്ചമുളകും ചേർത്ത് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കുക. അരപ്പെല്ലാം നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള എന്തായി നോക്കാം. സവാളയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇനി നന്നായി ഇളക്കി കൊടുക്കുക. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരപ്പെല്ലാം ബാക്കിയുള്ളത് നമുക്ക് മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുക. നമുക്കിനി ഇത് തിളയ്ക്കാൻ വിടുന്നതിനൊപ്പം അതിലേക്ക് ആവശ്യമായ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം നന്നായി ഉടച്ച് ഒരു അരിപ്പയിൽ അരിച്ചിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഈ കറി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റായ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. പച്ചമാങ്ങ ഇട്ടതിന് ശേഷം ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചെമ്മീൻ ക്ലീൻ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. പലർക്കും അറിയായിരിക്കുമെങ്കിൽ പോലും ഇപ്പോഴും ചെയ്യാത്ത ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ ചെമ്മീൻ ക്ലീൻ ആക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് കളയാൻ ശ്രദ്ധിക്കുക. പല ആൾക്കാരും ഇന്നും അത് കളയാതെ കുക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലർക്കും വയറ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഇതുമൂലം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചെമ്മീൻ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചെമ്മീൻ കറി ഇവിടെ നന്നായി തിളച്ചു കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരിത്തിരി പച്ച വെളിച്ചെണ്ണയും മേളിൽ തൂവി കൊടുക്കുക. ഇതിൻ്റെ രുചി കൂട്ടാൻ അത് ഒരുപാട് സഹായിക്കും. ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പം മാത്രമല്ല അപ്പത്തിൻ്റെ കൂടെയും നൂൽപുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ചെമ്മീൻ ഇനിയും കിട്ടിയാൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കണ്ട. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.